KTU 2019 സ്കീമിൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ S7 ഡിസൈൻ ഓഫ് മെഷീൻ എലിമെൻറ്റ്സിൻ്റെ മൊഡ്യൂൾ 4 തിയറിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ സ്പർ ഗിയറിൻ്റെയും ഹെലിക്കൽ ഗിയറിൻ്റെയും ഡിസൈൻ പ്രോബ്ലം ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗിയർ ടൂത്തിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഒരു ഇക്വേഷൻ, ലൂയിസ് ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ അസംഷൻസ് നമ്മളവിടെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കുക. നമ്മളൊരു ടീത്താണ് അവിടെ കാണിച്ചിരിക്കുന്നത് സ്പർ ഗിയറിൻ്റെ. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബെൻഡിങ്ങിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കുന്നു. അവിടുന്ന് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് M, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് FT ഇൻറ്റു H ആണെന്ന് നമുക്കറിയാം. അതുപോലെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ബൈ 2 ആണെന്നും മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ T3/12 എന്നും പറഞ്ഞ റെക്റ്റാങ്കിൾ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അവിടെ നമ്മൾ FTക്ക് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുന്നു. ഇതിനെ നമ്മൾ സർക്കുലർ പിച്ച് വെച്ച് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് FT എന്നുള്ള ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത് ഗിയറിൻ്റെ. അടുത്തായിട്ട് പ്രഷർ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഒബ്ലിക്വിറ്റി. ഇപ്പോൾ ഒരു ഗിയറിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും അതുപോലെ ഗിയറിൻ്റെ സെൻറ്റർ ലൈനിന് പെർപെൻഡിക്കുലറും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ ആംഗിൾ. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഈ ആംഗിളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഗിയറിൽ. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ആംഗിൾ കൂട്ടുന്നതോടും ടൂത്തിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. അതുപോലെ തന്നെ ഇൻ്റർഫിയറൻസ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. അണ്ടർ കട്ടിങ് അവോയ്ഡ് ചെയ്യാം. അതുപോലെ ട്രാൻസ്മിഷൻ്റെ പവർ കൂട്ടാം. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ അസംഷൻ 20 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പ്രഷർ ആംഗിളിന് 20 ഡിഗ്രി FD ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യണം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്നിഫിക്കൻസ് തന്നെ നമുക്ക് അണ്ടർ കട്ട് ഒഴിവാക്കാൻ പറ്റും, ഇൻ്റർഫിയറൻസ് ഒഴിവാക്കാൻ പറ്റും, അതുപോലെ തന്നെ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് തന്നെ അസ്യൂം ചെയ്യാൻ കാര്യം. നെക്സ്റ്റ് 2 തരത്തിലുള്ള ടീത്ത് ഫോമുകളാണ് നമുക്കുള്ള സൈക്ലോഡലും ഇനവലോട്ടും. സൈക്ലോഡലിനകത്ത് നമ്മളൊരു കർവ് ട്രേസ് ചെയ്യാണ്. അത് ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടെ റോൾ ചെയ്ത് പോകുന്ന ഒരു കർവായിട്ടാണ് ട്രേസ് ചെയ്യണം വിത്തൗട്ട് സ്ലിപ്പിങ്. ഇൻവോൾയൂട്ടഡ് ഇതിനകത്താണെങ്കിൽ നമ്മളൊരു പ്ലെയിൻ ജനറേറ്റ് ചെയ്യാണ്. ഒരു ടാൻജൻറ്റിനകത്തുള്ളൊരു പോയിൻ്റായിട്ട് അത് സർക്കിളിൽ കൂടെ റോൾ ചെയ്യുന്നു, സ്ലിപ്പ് ചെയ്യാതെ. ഇതിൻ്റെ രണ്ടിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ താഴെ എഴുതി വെച്ചിട്ടുണ്ട് 3 മാർക്സിന്. അതൊന്ന് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ സൈക്ലോഡിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജും ഉണ്ട്, അതും ഒന്ന് നോക്കി വയ്ക്കുക. അടുത്തായിട്ട് ലോ ഓഫ് ഗിയറിംഗ് ആണ്. നമ്മൾ 2 ഗിയറിൻ്റെ ടീത്താണ് അവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ 2 ടീത്ത് തമ്മിൽ പ്രോപ്പർ കോണ്ടാക്റ്റ് വരുന്നെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ V1 cos alpha മൈനസ് V2 cos beta 0 ആയിരിക്കണം. അവിടെ നമ്മൾ V1ന് പകരം ω1 × O1Q എന്നും V2ന് പകരം ω2 O2Q എന്നും എഴുതിയിട്ട് ട്രയാങ്കിളിൽ നിന്ന് കോസ് ആൽഫയ്ക്കും കോസ് ബീറ്റയ്ക്കുള്ള ഇക്വേഷൻ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുന്നു. അങ്ങനെ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ ഇക്വേഷൻ പ്രോപ്പറായിട്ട് ഇരുന്നാൽ മാത്രമാണ് ആ ഗിയർ പ്രോപ്പറായിട്ട് എൻഗേജും ഡിസെൻഗേജും ചെയ്യുള്ളൂ. അതിനാണ് നമ്മൾ ലോ ഓഫ് ഗിയറിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ മോഡിൽ കൂടെയാണ് ഒരു ഗിയർ ഫെയിലിയർ സംഭവിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് ബെൻഡിങ് ഫെയിലിയർ. അപ്പോൾ നമുക്കറിയാം ഒരു ഗിയർ ടീത്ത് ക്യാൻലിവറായിട്ടാണ് ആക്ട് ചെയ്യണത്. അപ്പോൾ ഫോഴ്സ് വന്ന് അതിൻ്റെ എഡ്ജിൽ തട്ടി അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് ബെൻഡിങ് കാരണം. അതാണ് ബെൻഡിങ് ഫെയിലിയർ. നെക്സ്റ്റ് പിറ്റിങ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് സ്ട്രെസ്സ് കാരണം ഫെയിലിയർ ഉണ്ടാവുകയാണ് ചെയ്യണത്. അങ്ങനെ എൻഡ്യൂറൻസ് ലിമിറ്റിനേക്കാൾ മുകളിൽ ഫോഴ്സ് വരുമ്പോൾ അത് പൊട്ടിപ്പോകും. അതാണ് പിറ്റിങ്. നെക്സ്റ്റ് സ്കോറിങ്. കൂടുതൽ ഓപ്പറേറ്റിംഗ് ടൈം കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഹീറ്റ് സർഫസിലെ പ്രഷർ അതുപോലെ തന്നെ ലൂബ്രിക്കൻറ്റിൻ്റെ സപ്ലൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫെയിലിയർ സംഭവിച്ചിട്ട് ഫെയിലാവുക. അതാണ് സ്കോറിങ്. അടുത്ത അബ്രാസീവ് വെയർ. ഫോറിൻ പാർട്ടിക്കിൾസൊക്കെ സർഫസിൽ വന്നിരുന്നിട്ട് ഇത് തമ്മിൽ ഉരഞ്ഞ് വെയറുണ്ടായിട്ട് ഫെയിലാവുക. കൊറോസീവ് വെയർ നമുക്കറിയാം കൊറോഷൻ കാരണം ഉണ്ടാകുന്ന ഫെയിലിയറാണ്. ഇങ്ങനെ 5 രീതിയിലാണ് നമ്മുടെ ഗിയർ ടൂത്തിന് ഫെയിലിയർ സംഭവിക്കുക.
നെക്സ്റ്റ് ഡൈനാമിക് ടൂത്ത് ലോഡ്. നമുക്കറിയാം ഒന്നും പെർഫെക്റ്റായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഗിയർ പെർഫെക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ടീത്തിലുള്ള ഇംപെർഫെക്ഷൻസും അതുപോലെ അതിൻ്റെ പ്രൊഫൈലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം അതിൻ്റെ അകത്തൊരു ലോഡ് ക്രിയേറ്റ് ആവും. അതിനാണ് നമ്മൾ ഡൈനാമിക് ടൂത്ത് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസൈനിങ്ങിൽ FD എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ട് സേഫാണെന്ന് ചെക്ക് ചെയ്യുന്നത്. സ്റ്റെപ്പ് സിയിൽ സ്പർ ഗിയറിൻ്റെ. പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം ഒരു ഗിയർ ഡ്രൈവ് ഡിസൈൻ ചെയ്യുമ്പോൾ നോക്കാം. എത്ര പവറാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഗിയറിൻ്റെയും ഡ്രിവൺ ഗിയറിൻ്റെ RPM, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതുപോലെ എത്രത്തോളം ഫോഴ്സാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, കോമ്പാക്റ്റ് ആയിരിക്കണം, ലൂബ്രിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം, അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റിക് ടൂത്ത് ലോഡ്. സ്റ്റാറ്റിക് ടൂത്ത് ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗിയർ ടീത്ത് എത്രത്തോളം ലോഡ് ഫെയിലിയറിന് തൊട്ട് മുമ്പ് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും, അതിനാണ് നമ്മൾ സ്റ്റാറ്റിക് ടൂത്ത് ലോഡ് എന്ന് പറയുന്നത്. അടുത്തത് വെയർ ടൂത്ത് ലോഡ്. പ്രീമേച്ചറായിട്ട് വെയർ ആവാതെ എത്രത്തോളം ലോഡ് ഒരു ഗിയറിന് ക്യാരി ചെയ്യാൻ പറ്റും, അതിനാണ് വിയർ ടൂത്ത് ലോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗിയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയൽസിൻ്റെ പേരാണ് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, 3-4 പാർട്ട് എയിൽ ചെയ്താൽ മാത്രം. നെക്സ്റ്റ് നമ്മുടെ ഗിയർ ടെർമിനോളജിയാണ്. അപ്പോൾ ഇത് ആ ഫിഗർ നമുക്ക് നമ്മുടെ ഡേറ്റാ ബുക്കിലുണ്ട്, നമ്മുടെ ഗിയറിൻ്റെ പേജ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ ഫിഗർ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ആ ഡെഫിനേഷൻസൊക്കെ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെ ഇക്വേഷൻ ഡേറ്റാ ബുക്കിലുള്ളതുകൊണ്ട് നമുക്ക് 3 മാർക്സിന് ഉള്ളൊരു കാര്യം മാത്രം നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ ഡെഫിനേഷൻസൊക്കെ ഒരു വട്ടം ഒന്ന് വായിച്ച് വയ്ക്കുക, 3 മാർക്സിന് വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ സ്പർ ഗിയറിനകത്ത് ടീത്ത് ഫ്ലാറ്റായിട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കണേ. എന്നാൽ ടീത്ത് ഇൻക്ലൈൻഡ് ആയിട്ട് ഇരിക്കുന്ന ഗിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെലിക്കൽ ഗിയർ. നമ്മുടെ സെക്കൻഡ് ടോപ്പിക്ക് നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. അപ്പം അതിൻ്റെ ഒരു പ്രൊഫൈലും അതിൻ്റെ ഹെലിക്സ് ആംഗിൾ, സർക്കുലർ പിച്ച്, നോർമൽ, സർക്കുലർ പിച്ച്, അങ്ങനെ കുറച്ച് ഡെഫിനേഷൻസാണ് നമ്മൾ ആ ഫിഗറിൽ കാണിച്ചേക്കണം. ഇതിൻ്റെയും ഫിഗർ ബേസിക് ഐഡിയ കാര്യങ്ങളൊക്കെ ഡേറ്റാ ബുക്കിലുണ്ട്, നിങ്ങൾ അതായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ വെർച്വൽ ഇറങ്ങി ഫോർമേറ്റീവ് നമ്പർ ഓഫ് ടീത്ത്. വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിലിണ്ടറിൽ എത്രത്തോളം ടീത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിൻ്റെ റേഡിയസ് ഒരു നോർമൽ പ്ലെയിനുള്ള എലിപ്സിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ നമ്മൾ ഒരു ടീത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാമെങ്കിൽ അതിനാണ് നമ്മൾ വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ആണ് സ്പർ ഗിയറിൻ്റെ ഹെലിക്കൽ ഗിയറിൻ്റെ. അഗെയിൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതിയേക്കുന്നതാണ്, അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ റഫായിട്ടൊരു 3 മാർക്സ് 4 മാർക്സിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ.